കൊല്ലം ജില്ലയിലെ കടവറം, കരുകോൺ എന്നിവിടങ്ങളിൽ ഉണ്ടായ തെരുവുനായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. കോഴിക്കടയിലെ ജീവനക്കാരിയായ 54-കാരി ആമിനയ്ക്ക് മുഖത്താണ് പരിക്കേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, ഒരു സ്ത്രീക്ക് മുഖത്ത് തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടെയൊക്കെ ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാണോ? എന്താണ് മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തെരുവുനായ്ക്കളുടെ ശല്യമുള്ളൊരു മേഖലയാണ് അലയമൺ പഞ്ചായത്തിലെ കടവറ കരികോൺ മേഖല. ഈ മേഖലയിൽ നിരവധി തവണ നാട്ടുകാർ അവിടുത്തെ പഞ്ചായത്ത് അധികൃതരെ ഇത്തരത്തിൽ നായശല്യം മാറ്റണം എന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ അവിടെ നായ്ക്കൾ കൂട്ടമായി എത്തുകയും ഇതിൽ ഒരു നായ ആ പ്രദേശത്തുള്ള ആളുകളെ ഓടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഈ 52 വയസ്സുകാരി ആമിനയ്ക്ക് അവരെ കടിച്ച് നിലത്തിടാൻ ശ്രമിച്ചു. പിന്നീട് മുഖത്ത് പരിക്കേൽപ്പിച്ചു. പിന്നീട് തൊട്ടടുത്തുള്ള കോഴിക്കടയിലുള്ള ജഹാംഗീർ, ഇത് തടയാൻ ശ്രമിച്ച ജഹാംഗീറിൻ്റെ കാലിന് കടിയേൽക്കുകയും ചെയ്തു. എന്തായാലും ഈ പരിക്കേറ്റവരെ, മുഖത്ത് പരിക്കേറ്റ ആമിന ബീവിയെ ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രദേശത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം പ്രവേശിപ്പിച്ചെങ്കിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് കാലിന് പരിക്കേറ്റയാൾ ജഹാംഗീർ പ്രാഥമിക ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും നായഭീതിയിലാണ് ഈ ഒരു പ്രദേശം എന്ന് വേണം പറയാൻ. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.